ദുബൈയിലെ മിറാക്കിൾ ഗാർഡൻ എന്ന ആ വിസ്മയ ഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ വിശ്വസിക്കാനാവാത്ത കാഴ്ചകളാണ് എന്റെ കണ്ണുകളെ വരവേറ്റത്. കോടിക്കണക്കിന് പൂക്കൾ ചിരിച്ചു നിൽക്കുന്ന ലോകത്തിലെ ആ വലിയ പുഷ്പ സാമ്രാജ്യം. അക്ഷരാർത്ഥത്തിൽ പ്രകൃതിയും മനുഷ്യനും ചേർന്നൊരുക്കിയ ഒരു മായാലോകമായിരുന്നു അത്. ആ പൂന്തോട്ടത്തിലൂടെയുള്ള ഓരോ ചുവടുവെപ്പിലും ഭൂമിയിലെ സകല വർണ്ണങ്ങളും ഞങ്ങളെ പൊതിഞ്ഞു. മണൽപ്പരപ്പിന് നടുവിലെ ആ സ്വപ്നഭൂമിയിലൂടെയുള്ള യാത്ര എന്റെ ഉള്ളിൽ പടർത്തിയത് വാക്കുകൾക്കപ്പുറമുള്ള ഒരു അനുഭൂതിയാണ്. പകരം വെക്കാനില്ലാത്ത ഓർമ്മയാണ് മിറാക്കിൾ ഗാർഡൻ എന്ന ഉദ്യാനവിസ്മയം ഞങ്ങൾക്ക് സമ്മാനിച്ചത്. പ്രവേശന കവാടത്തിലെത്തിയപ്പോൾ അവിടത്തെ പൂക്കളുടെ വർണ്ണവൈവിധ്യവും വിന്യാസ രീതിയും ഞങ്ങളെ വിസ്മയിപ്പിച്ചു. 2013 വാലന്റൈൻസ് ദിനത്തിൽ ആദ്യമായി പൊതുജനങ്ങൾക്കായി തുറന്ന ഈ പൂന്തോട്ടത്തിന് 18 ഏക്കർ വിസ്തൃതിയാണുള്ളത്. 25 കോടിയിലധികം ചെടികളും 15 കോടിയിലേറെ പൂക്കളും ഈ ഉദ്യാനത്തിലുണ്ടെന്നാണ് കണക്കുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പ ഉദ്യാനമായ മിറാക്കിൾ ഗാർഡൻ 3 ഗിന്നസ് റെക്കോർഡുകൾ ഉള്ളതാണ്. ഏറ്റവും വലിയ വെർട്ടിക്കൽ ഗാർഡൻ, ഏറ്റവും വലിയ പുഷ്പഘടന, ഏറ്റവും ഉയരം കൂടിയ ടോപ്പിയറി ശില്പം എന്നിവക്കാണ് ഗിന്നസ് റെക്കോർഡുകൾ ഉള്ളത്. പ്രണയ ചിഹ്നത്തിന്റെ ആകൃതിയിലുള്ള ഹാർട്ട് പാസേജുകൾ, ലക്ഷക്കണക്കിന് പൂക്കൾ കൊണ്ട് സജ്ജമാക്കിയ എമിറേറ്റ്സ് A380 വിമാനം, ഭീമാകാരമായ ടെഡി ബെയർ, സ്മർഫ്സ് വില്ലേജ് എന്നിവയാണ് ഇവിടത്തെ മുഖ്യ ആകർഷണങ്ങൾ. പേരക്കുട്ടി തെരേസമോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടെഡി ബെയറും പൂക്കൾ കൊണ്ടുള്ള കൊട്ടാരങ്ങളുമാണ്. പ്രശസ്തമായ ഹാർട്ട് പാസേജിലൂടെ നടന്ന് ഞങ്ങൾ ഒട്ടേറെ ചിത്രങ്ങൾ പകർത്തി. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ ഭാഷകൾ സംസാരിക്കുന്ന നൂറുകണക്കിന് ആളുകളെ ഉദ്യാനത്തിൽ കാണാനായി. മരുഭൂമിയിലെ ഈ പൂന്തോട്ടം ശരിക്കും ഒരു ലോക സംഗമവേദി പോലെ തോന്നിപ്പിച്ചു. ഉദ്യാനത്തിലെ കോടിക്കണക്കിന് വരുന്ന ചെടികളെ ജലസേചനം നടത്തി പരിപാലിക്കുന്ന രീതി മനസ്സിലാക്കിയപ്പോൾ അതിശയം തോന്നി. ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ചെടികളെ ഇവിടെ പരിപാലിച്ചു പോരുന്നത്. ചൂടിന് കാഠിന്യമേറുന്ന ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ മിറാക്കിൾ ഗാർഡൻ അടച്ചിടും. മിറാക്കിൾ ഗാർഡനിലെ കൗതുക കാഴ്ചകൾക്കിടയിൽ കണ്ണുടക്കുന്നത് അങ്ങകലെയുള്ള ആ കൂറ്റൻ എമിറേറ്റ്സ് വിമാനത്തിലാണ്. വെറുമൊരു വിമാനമല്ലിത്, പ്രകൃതിയും മനുഷ്യന്റെ സർഗാത്മകതയും കൈകോർത്തപ്പോൾ വിരിഞ്ഞ ഒരു അത്ഭുതം. എമിറേറ്റ്സ് എയർലൈൻസിന്റെ പ്രശസ്തമായ എയർബസ് A380 അതേ വലിപ്പത്തിലും മാതൃകയിലും നമ്മുടെ മുന്നിൽ പൂത്തുനിൽക്കുന്നു. അരികിലേക്ക് ചെല്ലുന്തോറും ആ കാഴ്ചയുടെ വലിപ്പം നമ്മെ അമ്പരപ്പിക്കും. 2016 ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പശില്പം എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ ഈ സുന്ദര രൂപത്തിന് പിന്നിൽ 50 ലക്ഷത്തോളം പൂക്കളുടെ കരുതലുണ്ട്. ടൂണിയ, കാൾഡുല, മാരിഗോൾഡ്, സ്നാപ്ഡ്രാഗൺ എന്നിങ്ങനെ പലതരം ചെടികൾ കോർത്തിണക്കിയൊരുക്കിയ വർണ്ണക്കാഴ്ച. വിമാനത്തിന്റെ ചിറകുകൾ മുതൽ എമിറേറ്റ്സിന്റെ ലോഗോയും പേരും വരെ ലക്ഷക്കണക്കിന് പൂക്കൾ കൊണ്ട് കൃത്യമായി തുന്നിച്ചേർത്തിരിക്കുന്നു. 180-ലധികം ദിവസങ്ങൾ നീണ്ട കഠിനാധ്വാനമാണ് ഈ വിസ്മയത്തിന് പിന്നിലുള്ളത്. ആകാശത്ത് പറക്കുന്ന ലോഹപ്പറവയെ ഭൂമിയിൽ പൂക്കൾ കൊണ്ട് പുനർജനിച്ച നിലയിൽ കാണുന്നത് മിറാക്കിൾ ഗാർഡനിൽ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു വികാരമാണ്. വിമാനം കണ്ട് കണ്ണു നിറഞ്ഞാൽ പിന്നെ നമ്മെ കാത്തിരിക്കുന്നത് സ്മർഫ്സ് വില്ലേജും സ്മർഫുകൾ കൊണ്ട് അലങ്കരിച്ച വമ്പൻ കൊട്ടാരങ്ങളുമാണ്. ഓരോ വർഷവും മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് എത്ര തവണ പോയാലും മിറാക്കിൾ ഗാർഡൻ ഒരു പുതിയ അനുഭവമായിരിക്കും നൽകുക. വൈകുന്നേരങ്ങളിൽ വെളിച്ചം തെളിയുമ്പോൾ പൂന്തോട്ടത്തിന് ഒരു മാന്ത്രിക സൗന്ദര്യം കൈവരുന്നു.
കുറച്ചു സമയം മാത്രം ചെലവഴിക്കാൻ പ്ലാൻ ചെയ്ത് ഉദ്യാനത്തിൽ കയറിയ ഞങ്ങൾ കാഴ്ചകൾ കണ്ട് നടന്നപ്പോൾ സന്ധ്യ മയങ്ങിയതറിഞ്ഞില്ല. ഉദ്യാനം നിറയെ വർണ്ണവിളക്കുകൾ, തെളിഞ്ഞ രാത്രി കാഴ്ച കൂടി കണ്ടാണ് മനസ്സ് നിറയെ പൂക്കളും ക്യാമറ നിറയെ നല്ല ഓർമ്മകളുമായി ഞങ്ങൾ ആ അത്ഭുത ലോകത്തുനിന്ന് പടിയിറങ്ങിയത്.